നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ വിയോഗം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. 2023 ജൂൺ 5-നാണ് തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിലുണ്ടായ വാഹനാപകടത്തിൽ കൊല്ലം സുധി മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ജീവിക്കുകയാണ് ഭാര്യ രേണുവും മക്കളും. സോഷ്യൽ മീഡിയാസിലൂടെ പലപ്പോഴും രേണു സുധിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിടാറുണ്ട്. ഇപ്പോൾ ഇതാ രേണുവിനെക്കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രേണു ഇനി അഭിനയ രംഗത്തേക്ക് കടക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാടകത്തിലാണ് രേണു സുധി അഭിനയിക്കുന്നത്. കൊച്ചിൻ സംഘമിത്രയുടെ ഇരട്ട നഗരം നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായിട്ടാണ് രേണു അഭിനയിക്കുന്നത്. നാടക റിഹേഴ്സൽ അടുത്തയാഴ്ച തുടങ്ങും. ഓഗസ്റ്റ് ആദ്യവാരം ഇരട്ട നഗരം പ്രദർശനത്തിലെത്തും. അഭിനയവും നൃത്തവും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രേണു ഇതിനു മുൻപ് ഒരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ പഠനകാലത്ത് നാടകങ്ങളിലും അഭിനയിച്ചതാണ്. അഭിനയം ഒരുപാട് ഇഷ്ടമാണെന്നും ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും രേണു നേരത്തെ പറഞ്ഞിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന സിനിമയിൽ വേഷം ചെയ്യുന്നുണ്ടെന്നും രേണു നേരത്തെ വ്യക്തമാക്കി. വാകത്താനത്ത് വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നും സുധിച്ചേട്ടൻ പങ്കെടുത്ത സ്റ്റാർ മാജിക് പരിപാടിയുടെ ഫാൻസുകാരാണ് വീട്ടുവാടക നൽകുന്നതെന്നും ലക്ഷ്മി നക്ഷത്ര എല്ലാ മാസവും മുടങ്ങാതെ പണം അയച്ചു തരുന്നുണ്ടെന്നും രേണു പറയുന്നുണ്ട്. വാകത്താനം പുതുക്കാട്ടിൽ തങ്കച്ചൻ കുഞ്ഞുഞ്ഞമ്മ ദമ്പതികളുടെ 2 പെൺമക്കളിൽ ഇളയവളാണ് രേണു. സഹോദരി രമ്യ നേഴ്സാണ്. 2017 മെയ്യിലാണ് സുധിയുമായിട്ടുള്ള വിവാഹം കഴിയുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രേണു സുധി. വിവാഹ വാർഷിക ദിനത്തിൽ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് രേണു പങ്കുവച്ചിരുന്നു. സിന്ദൂരം ഇട്ടുകൊണ്ടുള്ള ഒരു ഫോട്ടോയാണ് വിവാഹ വാർഷിക ദിനത്തിൽ രേണു പങ്കുവച്ചിരുന്നത്. ഭർത്താവ് മരിച്ച ഭാര്യമാർ സിന്ദൂരം തൊടാറില്ലെന്നും പക്ഷേ ഇന്ന് താൻ തൊട്ടുവെന്നും രേണു അന്ന് പങ്കുവച്ച കുറിപ്പിൽ കുറിച്ചതാണ്. 7ാം വിവാഹ വാർഷികത്തിലായിരുന്നു രേണു സിന്ദൂരം ചാർത്തിയത്. സ്വർഗത്തിലിരുന്ന് സുധിച്ചേട്ടൻ എല്ലാം അറിയുന്നുണ്ടാകുമല്ലേ എന്നും രേണു കുറിച്ചതാണ്. അതേസമയം താൻ 2ാം വിവാഹം കഴിക്കില്ലെന്ന് രേണു പറഞ്ഞിരുന്നു. കൊല്ലം സുധിയുടെ ഭാര്യയായി തന്നെ മരണം വരെ കഴിയുമെന്നാണ് രേണു പറയുന്നത്. ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ വിവാഹമില്ലെന്നും രേണു അഭിപ്രായപ്പെടുന്നുണ്ട്. കൊല്ലം സുധിയുടെ ഭാര്യയായി ജീവിതാവസാനം വരെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും താൻ ഇനി അഭിനയ രംഗത്തേക്ക് കടന്നു വരികയാണെന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്നും എൻ്റെ മക്കളുടെ എല്ലാവിധ സപ്പോർട്ടുകളും എനിക്കുണ്ടെന്നും അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇതിലേക്കെല്ലാം പ്രവേശിക്കുന്നതെന്നുമാണ് രേണു സുധി പറയുന്നത്. നിരവധി പേരാണ് രേണുവിന് ആശംസകൾ നേരുന്നത്.